എല്ലാവരും ഹാപ്പിയാണോ? ആർക്കും പുതുവത്സരം തുടങ്ങുന്നതിന്റെ ഒരു സുഖമൊന്നും മുഖത്ത് തെളിയുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് ചിരിക്കല്ലേ അല്ലേ? ഉസ്മാൻ ഖാന്റെ പ്രത്യേക നമ്പറൊക്കെ ഇറക്കി വന്നിട്ടുണ്ട്, ഇന്നാക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാരും ഒന്ന് ചിരിക്കുക, എല്ലാരും. ഓക്കെ, എന്താണ് ചിരിക്കാൻ പഠിക്കുന്നത്? ചിരിക്ക്. ഒരൊറ്റ ചിരി മതി നമുക്ക്. ഒരുപാട് നമ്മളിപ്പോ ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യും? മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ? നമ്മൾ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കുക? അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുക. നമ്മൾ ചിരിക്കുമ്പോൾ ആ ചേഞ്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കും. നമ്മൾ എൻഡോർഫിൻ ഉത്പാദിപ്പിക്കും. എല്ലാവർക്കും ഒരു മടിയാണ് ചിരിക്കാൻ അല്ലെ? ഇന്ന് നമ്മളെല്ലാവരും ഉറക്കം ഒന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചാലോ? ഹാപ്പി ന്യൂ ഇയർ! എന്താണ് ആർക്കൊരു എനർജി ഇല്ലാത്തത്? നമ്മളെ ഹാപ്പിനെസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പുതുവത്സരം പിറക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു മുഹൂർത്തം വരുമ്പം കിട്ടുന്ന ഒന്നല്ല. അത് നമ്മൾ എപ്പോഴും ക്യാരി ചെയ്ത് പോകണം. നമുക്ക് കാലാവസ്ഥകൾ മാറി വരും അന്തരീക്ഷത്തിൽ, പക്ഷെ നമ്മളെ കാലാവസ്ഥ നമ്മൾ മാറ്റരുത്. നിങ്ങൾ ആരും ചിരിയുടെ കാര്യത്തിൽ എല്ലാരും ബാക്ക്വേർഡാണ് അല്ലേ? ഏതായാലും ഈ പുതുവത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ മാറ്റങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളുമായിട്ട് എന്താണ് ഈ പുതുവത്സരം നിൽക്കുന്നത്? ഇത് പതിവ് പോലെ വല്ലാണ്ട് ബ്ലോഗൊന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം 2026 ബ്ലോഗിനേക്കാളും ഞാൻ ഉദ്ദേശിച്ചത് വലിയ കോഴ്സുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ സ്റ്റെപ്പുകൾ എടുത്തു കളഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എല്ലാവരും നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 2026 എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊപ്പം നമ്മളും വളരേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചോളോ അല്ലെ പ്രൊഫഷണൽ സംബന്ധിച്ചോളോ ഒരു പുസ്തകം എഴുതാൻ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പുസ്തകം എഴുതാൻ എനിക്ക് എടുത്തത് 10 മിനിറ്റാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് 200 പേജുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയുണ്ടാക്കി. എല്ലാവരും വിചാരിക്കും എങ്ങനെ അത് സാധ്യമാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാൽ ഒക്കെ സാധ്യം. ഇന്ന് 2500 പേജുള്ള പുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടൻസ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം വളരെ 1 മിനിറ്റോ 2 മിനിറ്റോ ആണ്. കാരണം നമ്മൾ അതിനോടൊപ്പം വളരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒപ്പം വളരണം. സിസ്റ്റർമാരൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഓരോ പേഷ്യന്റ് വരുമ്പോൾ അവരെ ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് അഡ്വൈസ് കൊടുക്കണം, റെക്കമെൻഡേഷൻ കൊടുക്കണം. ഇതൊക്കെ ഇതിനോട് നമ്മൾ എപ്പോഴും ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ ഇന്റലിജൻസ് ആയിട്ട് എപ്പോഴും ഗ്രോ ചെയ്യൂല അല്ലെ? അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ രാജഗിരി ഫാമിലി! ഉറക്കം പറഞ്ഞോളി, ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! അനീസ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്.